Hi students, the last portion of the first semester നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് UJT ആണ്, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ഓക്കെ, നമ്മളിപ്പോൾ ട്രാൻസിസ്റ്ററാണ്. നമ്മൾ രണ്ട് ടൈപ്പ് ട്രാൻസിസ്റ്റർ ഓൾറെഡി പഠിച്ചു. ഏതൊക്കെയാണത്? ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററും ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററും ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററും തന്നെ രണ്ട് ടൈപ്പ് നമ്മൾ പഠിച്ചു. ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററും മോസ്ഫെറ്റ്, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഓക്കെ, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്ററാണ്. അത് നേരത്തെ പഠിച്ച ട്രാൻസിസ്റ്റേഴ്സിനേക്കാളും കുറച്ച് ഡിഫറെൻറ്റുമാണ്. ഓക്കെ, യൂണി ജംഗ്ഷൻ. അപ്പോൾ എത്ര ജംഗ്ഷനുണ്ട്? ഒരു ജംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ ഒരു ജംഗ്ഷനുള്ള ഡിവൈസ് ശരിക്കും പറഞ്ഞാൽ ഡയോഡ് പോലെ ഇരിക്കും അല്ലേ? PN ജംഗ്ഷൻ മാത്രമുണ്ട്. അങ്ങനെ ഒരു ജംഗ്ഷനേ ഉള്ളൂ, പക്ഷെ ഇതിന് 3 ടെർമിനൽസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. 3 ടെർമിനൽസ് ഉണ്ട്. ഫൈൻ. ഓക്കെ, സോ അതാണ് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കാനുള്ള കാരണം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു 3 ടെർമിനൽ ഡിവൈസാണ്. ഓക്കെ, പക്ഷേ അതൊരു ഒറ്റ ജംഗ്ഷനേ ഉള്ളൂ. പക്ഷേ PN ജംഗ്ഷൻ ഡയോഡല്ല, കാരണം 3 ടെർമിനലുണ്ട്. അതുകൊണ്ട് അതിനെ ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി അതിൻ്റെ കൺസ്ട്രക്ഷൻ, ബേസിക് കൺസ്ട്രക്ഷനാണ് നിങ്ങൾക്ക് ഫിഗർ 17-12 ഫോർത്ത് ഫിഗറിൽ കാണുന്നത്. ഓക്കെ, സോ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ വി ഹാവ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ബാർ. എൻ ടൈപ്പ് ബാറുണ്ട്. അതിലൊരു P ടൈപ്പ് റീജിയൻ ഇഞ്ചെക്ട് ചെയ്തേക്കുവാണ്. ഈ P ടൈപ്പ് റീജിയൻ ഹെവിലി ഡോപ്ഡ് ആണ്. എൻ ടൈപ്പ് സിലിക്കൺ ബാർ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഓക്കെ, ഇതാണ് കൺസ്ട്രക്ഷൻ. സിമ്പിൾ കൺസ്ട്രക്ഷനാണ്. ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ബാർ വിച്ച് ഈസ് ലൈറ്റ്ലി ഡോപ്ഡ്. അതിലേക്കൊരു P ടൈപ്പ് റീജിയൻ കൊടുത്തേക്കുന്നു. P ടൈപ്പ് റീജിയൻ സെൻറ്ററിലല്ല, കുറച്ച് അൺഈവൺ ആയിട്ട് കുറച്ച് അപ്പർ പോർഷനിലായിട്ടാണ് വെക്കുന്നത്. ഒരു മീൻസ് ടുവേർഡ്സ് വൺ സൈഡാണ് വെക്കുന്നത്. അവിടെ ആ P ടൈപ്പ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഹെവിലി ഡോപ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? എൻ ടൈപ്പ് റീജിയൻ്റെ റെസിസ്റ്റിവിറ്റി കുറയും, കാരണം ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി കുറവായിരിക്കും. 3 ടെർമിനൽസ് ഉണ്ട്. എവിടേക്കാണ്? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ബാറിൽ നിന്ന് 2 ടെർമിനൽസും P ടൈപ്പ് സെമി കണ്ടക്ടർ ബാറിൽ P ടൈപ്പ് റീജിയനിൽ നിന്ന് ഒരു ടെർമിനലുമാണ് വരുന്നത്. ഈ P ടൈപ്പ് റീജിയനിൽ നിന്ന് വരുന്ന ടെർമിനലിനെ നമ്മൾ എമിറ്റർ എന്ന് വിളിക്കുന്നു. പിന്നെ സെമി കണ്ടക്ടർ ബാറിലുള്ള 2 ടെർമിനൽസ് ഉണ്ട്. അതിനെ ബേസ് 1 ബേസ് 2 എന്ന് വിളിക്കുന്നു. ഏതാണ് ബേസ് 1, ഏതാണ് ബേസ് 2? P ടൈപ്പ് റീജിയനോട് ചേർന്ന് നിൽക്കുന്ന ടെർമിനലിനെ ബേസ് 2 എന്ന് വിളിക്കുന്നു, B2. അകന്ന് നിൽക്കുന്ന ടെർമിനലിനെ B1 ബേസ് 1 എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇതാണ് UJTയുടെ കൺസ്ട്രക്ഷൻ. ഫൈൻ. അപ്പോൾ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ പോലത്തെ റെപ്രസെൻറ്റേഷനാണ്, പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട്. ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിൽ ഗേറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കാം. പക്ഷേ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ എമിറ്റർ പോർഷൻ നമ്മൾ ഇച്ചിരി ചെരിഞ്ഞ ലൈൻ വെച്ച് വേണം വരയ്ക്കാൻ. ഫിഗർ 17-12 Bയിൽ കാണാം. ബേസ് 1 ബേസ് 2 എമിറ്റർ റീജിയൻ്റെ ആ ലൈൻ ആരോ കുറച്ച് ചെരിഞ്ഞാണ്. അതാണ് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിൾ, ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഈ ഒരു ട്രാൻസിസ്റ്റർ റീജിയനെ നമ്മൾ സർക്യൂട്ടിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? മീൻസ് ഇതിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട് എന്താണ്? ഓക്കെ, ഇതൊരു PN ജംഗ്ഷൻ ഡയോഡ് പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു ഡയോഡ് അവിടെ ഉണ്ട്. പ്ലസ് എൻ ടൈപ്പ് റീജിയനിൽ അൺഈവൺ ആയിട്ടാണ്, കാരണം എൻ ടൈപ്പ് റീജിയൻ ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതും P ടൈപ്പ് ഹെവിലി ഡോപ്ഡ് റീജിയൻ ക്രോസ് ആയിരിക്കുന്ന ഭാഗത്തെ റെസിസ്റ്റൻസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റും, അല്ലാത്ത ഭാഗം കുറച്ച് അകം നിൽക്കുന്ന പോർഷൻ റെസിസ്റ്റൻസ് ഒരു വേരിയബിൾ റെസിസ്റ്റൻസുമാണ്. അപ്പോൾ ടോട്ടൽ എൻ ടൈപ്പ് റീജിയനിലുള്ള റെസിസ്റ്റൻസിന് RBB എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ RBB എന്ന് പറയുന്നതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ബേസ് 2നോട് ചേർന്നത് RB2 എന്നും ബേസ് 1നോട് ചേർന്ന് RB1 ഉം. അത് ഈ RB1 വേരിയബിളാണ്, അതാണ് ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് വേരിയബിൾ എന്ന് പറയുന്നത്? ആ ഭാഗത്തുള്ള റെസിസ്റ്റൻസ് എമിറ്റർ വോൾട്ടേജിനനുസരിച്ച് മാറും, എമിറ്റർ കറൻറ്റിനനുസരിച്ച് മാറും. ഓക്കെ, സോ അത് നമ്മൾ ഡയോഡിലേക്ക് ഡയോഡിന് അക്രോസ് എമിറ്ററിൻ്റെ അവിടെ എന്ത് വോൾട്ടേജ് വരുന്നോ അതിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറും, കണ്ടക്ടിവിറ്റി മാറും. അപ്പോൾ അതുകൊണ്ടാണ് RB1 നമ്മൾ വേരിയബിളായിട്ട് ഇടുന്നത്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RB1,
പ്ലസ് RB2 ആണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട് റെപ്രസെൻറ്റേഷൻ. ഫൈൻ. ഇനി അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ടേം ഉണ്ട്, ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനുമാണ്. UGT ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ. UGT നമുക്ക് പ്രാക്ടിക്കൽ ലാബ് ചെയ്യാനുള്ളതുമാണ്. അപ്പോൾ എന്താണ് ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ വേരിയബിൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ RB1 ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ റെസിസ്റ്റൻസ് RB1 പ്ലസ് RB2. അതിനാണ് ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത്. RB1 ഡിവൈഡഡ് ബൈ RB1 പ്ലസ് RB2. ഇതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് UGTയുടെ വർക്കിംഗ് ആണ്. എങ്ങനെയാണ് UGT വർക്ക് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. നമ്മൾ ആദ്യം എമിറ്ററിൽ വോൾട്ടേജ് ഒന്നും കൊടുക്കുന്നില്ല. എമിറ്റർ ഓപ്പൺ ആയി എന്ന് വിചാരിക്കാം. എമിറ്ററിന് അക്രോസ് ഓപ്പൺ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ എന്നിട്ട് ബേസ് 1നും ബേസ് 2നും ഇടയ്ക്ക് നമ്മളൊരു VBB എന്നൊരു വോൾട്ടേജ് കൊടുക്കുന്നു. ബേസ് 1നും ബേസ് 2നും അക്രോസ് VBB എന്നൊരു വോൾട്ടേജ് കൊടുക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കാം? കണ്ടക്ഷൻ നടക്കും അല്ലേ? എവിടെ നിന്ന് എവിടം വരെ? N ടൈപ്പ് റീജിയനിലൂടെ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ നടക്കും. അപ്പോൾ ബേസ് 1ൽ നിന്ന് ബേസ് 2ലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. ബേസ് 1ൽ നിന്ന് ബേസ് 2ലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും, കറൻറ്റ് കണ്ടക്ഷൻ നടക്കും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ RB1 അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഡയോഡിനെ റിവേഴ്സ് ബയാസ് ചെയ്യുന്ന വോൾട്ടേജ് ആവും. RB1 അക്രോസ് കറണ്ട് പോകുമ്പോൾ അതിന് അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് റിവേഴ്സ് ബയാസിങ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് എമിറ്ററിന് അക്രോസ് വോൾട്ടേജ് VEE അപ്ലൈ ചെയ്തു. അപ്പോൾ ഇനീഷ്യലി ഈ എമിറ്റർ ഡയോഡ് RB1 മൂലം റിവേഴ്സ് ബയാസ് ചെയ്തിരിക്കുകയാണ്. പ്ലസ് നമുക്കറിയാം ഒരു ഡയോഡിൽ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലെ, ഒരു 0.7 വോൾട്ട് ഉണ്ട്. ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോഴും ഈ ബാരിയർ പൊട്ടൻഷ്യൽ കഴിഞ്ഞാലാണ് ഈ വോൾട്ടേജ് എന്ന് പറയും. അത് കഴിഞ്ഞാലാണ് കണ്ടക്ടിവിറ്റി നടക്കുള്ളൂ അല്ലേ. അപ്പം നമ്മൾ ഡയോഡിന് എമിറ്ററിന് അക്രോസ് നമ്മളൊരു ഫോർവേഡ് ബയാസിങ് കൊടുത്തു, VEE എന്നൊരു ഫോർവേഡ് ബയാസിങ് കൊടുത്തു. പക്ഷേ സ്റ്റാർട്ടിങ് അറ്റ് 0 പോയിൻറ്റിൽ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആണ്. ആരൊക്കെയാണ് അതിൻ്റെ റിവേഴ്സ് ബയാസ് ചെയ്തേക്കുന്നത്? ഒന്ന്, അതിന് സ്വന്തമായിട്ടുള്ള നീ വോൾട്ടേജ് ഉണ്ട്, ബാരിയർ പൊട്ടൻഷ്യൽ, അതും പ്ലസ് ഈ RB1 അക്രോസ് ഉണ്ടായിരിക്കുന്ന വോൾട്ടേജ് ഡ്രോപ്പ്, അതും ഇത് രണ്ടും കൂടി ചേർന്ന് ഡയോഡിനെ റിവേഴ്സ് ബയാസ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ കണ്ടക്ഷൻ നടക്കില്ല. നമ്മൾ VE അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ VEE കൂട്ടാണ്. അപ്പോൾ കണ്ടക്ഷൻ നടക്കില്ല, കറൻറ്റ് വളരെ മിനിമം ആയിരിക്കും. മൈനോറിറ്റി കാരിയേഴ്സിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ വളരെ മിനിമം കറൻറ്റ് അവിടെ ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ VEE കൂട്ടാണ്, അതായത് എമിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് കൂട്ടാണ്. കൂട്ടി ഈ ടോട്ടൽ റിവേഴ്സ് ബയാസ് എന്ന് പറയുന്നത് RB1 അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ് ദി ബാരിയർ പൊട്ടൻഷ്യൽ, ഈ വോൾട്ടേജിനേക്കാളും കൂടുതൽ വോൾട്ടേജ് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡയോഡ് കണ്ടക്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ആ ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റ് നമ്മൾ വിളിക്കുന്നതാണ് പീക്ക് പോയിന്റ് വോൾട്ടേജ്. എന്താണ് വിളിക്കുന്നത്? പീക്ക് പോയിന്റ് വോൾട്ടേജ്. അപ്പോൾ പീക്ക് പോയിന്റ് വോൾട്ടേജ് നമ്മൾ VP എന്നിടാണ്. VP ആ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വാല്യൂ? ഡയോഡ് പൊട്ടൻഷ്യൽ, ബാരിയർ പൊട്ടൻഷ്യൽ പ്ലസ് RB1 അക്രോസുള്ള വോൾട്ടേജിനെ നമുക്ക് ഈറ്റ VBB എന്നിടാം. ഈറ്റ എന്ന് പറഞ്ഞാൽ RB1 ഡിവൈഡ് ബൈ RB1 പ്ലസ് RB2. ഈറ്റ എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോയുടെ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്ന സിമ്പിളാണ് ഈറ്റ, which is equal to RB1 divided by RB1 plus RB2. ഓക്കെ, നമ്മൾ വോൾട്ടേജ് ഡിവിഷൻ റൂൾ പഠിക്കുമ്പോൾ അറിയാം, ഒന്നിന് അക്രോസുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. ടോട്ടൽ വോൾട്ടേജ് വരുന്നത് ഇൻറ്റു ഏത് റെസിസ്റ്റൻസിനാണോ ഒന്ന് കണ്ടുപിടിക്കേണ്ടത് അത് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, അതാണ് ഈറ്റ VBB എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്, അതായത് RB1 അക്രോസുള്ള വോൾട്ടേജ്. ഓക്കെ, RB1 അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഈറ്റ VBB പ്ലസ് ഡയോഡിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ. ഇതാണ് ടോട്ടൽ റിവേഴ്സ് ബയസ് വോൾട്ടേജ്. ആ വോൾട്ടേജ് ക്രോസ് ചെയ്യുന്ന വോൾട്ടേജ് നമ്മുടെ എമിറ്റർ വോളിൽ നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ, VEE ആയിട്ട് സപ്ലൈ ചെയ്യുമ്പോൾ ഡയോഡ് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വോൾട്ടേജ് പോയിൻറ്റിനെ നമ്മൾ പീക്ക് പോയിൻറ്റ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നു. ഫൈൻ, അപ്പോൾ അത്രയും കാര്യങ്ങളായി. അപ്പോൾ
വോൾട്ടേജ് കൂടി പീക്ക് പോയിൻറ്റ് വോൾട്ടേജ് എത്തി. ഇനി വീണ്ടും നമ്മൾ കൂട്ടാണ്, എമിറ്റർ വോൾട്ടേജ് കൂട്ടാണ്. എമിറ്റർ വോൾട്ടേജ് കൂട്ടുമ്പോൾ ഇനി എന്ത് സംഭവിക്കും? എമിറ്റർ വോൾട്ടേജ് കൂട്ടുമ്പോൾ കറൻറ്റ് കണ്ടക്ഷൻ കൂടും. കറൻറ്റ് കണ്ടക്ഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? കറൻറ്റ് കണ്ടക്ഷൻ കൂടുമ്പോൾ ഈ പറഞ്ഞ RB1 ഞാൻ പറഞ്ഞു വേരിയബിളാണ്, എമിറ്റർ കറൻറ്റിനനുസരിച്ച് മാറുന്നു. എമിറ്റർ കറൻറ്റ് കൂടിയാൽ RB1 അക്രോസുള്ള വോൾട്ടേജ് RB1 കുറഞ്ഞു പോകും. എമിറ്റർ കറൻറ്റ് കൂടിയാൽ RB1 കുറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അതിന് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കുറയും. അപ്പോൾ പീക്ക് പോയിൻറ്റ് വോൾട്ടേജിൻ്റെ അത്രയും വോൾട്ടേജ് അവിടെ വരുമോ? പിന്നെ ഇല്ല. അപ്പോൾ വോൾട്ടേജ് കുറയും, കറൻറ്റ് കൂടും. എമിറ്റർ കറൻറ്റ് കൂടുന്നു, കാരണം ഈ V കൂട്ടുമ്പോൾ എമിറ്റർ കറൻറ്റ് കൂടും. എമിറ്റർ കറൻറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? RB1 അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കുറയും. അപ്പോൾ റിവേഴ്സ് ബയാസിങ് കുറഞ്ഞു വരും. റിവേഴ്സ് ബയാസിങ് കൂടുമ്പോൾ കൂടുതൽ എമിറ്റർ കറൻറ്റ് ഫ്ലോ ചെയ്യും. അപ്പോൾ വീണ്ടും റിവേഴ്സ് ബയാസിങ് കുറയും. അപ്പോൾ അവിടെ എന്താണ്, നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൂട്ടുന്നുണ്ട്. ആ സപ്ലൈ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് എമിറ്റർ കറൻറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വേറൊരു സാധനം കുറഞ്ഞു പോകും. റിവേഴ്സ് ബയാസിങ് RB1 അക്രോസുള്ള വോൾട്ടേജ് കുറഞ്ഞു പോകും. അപ്പോൾ വീണ്ടും എമിറ്റർ കറൻറ്റ് കൂടും. അപ്പോൾ ടോട്ടൽ എഫക്റ്റ് എന്ന് പറയുന്നത് വോൾട്ടേജ് കൂടുന്നു, കറൻറ്റ് വോൾട്ടേജ്, അതായത് റെസിസ്റ്റൻസിന് അക്രോസുള്ള വോൾട്ടേജ് കുറയുന്നു, കറൻറ്റ് കൂടുന്നു. വോൾട്ടേജ് കുറയുന്നു, കറൻറ്റ് കൂടുന്നു. അപ്പോൾ വോൾട്ടേജ് കുറയുന്നു, കറൻറ്റ് കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിന് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയും. നോർമലി എന്താ സംഭവിക്കുന്നത്? വോൾട്ടേജ് കൂടുമ്പോൾ കറൻറ്റ് കൂടും. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? റെസിസ്റ്റൻസിന് അക്രോസുള്ള വോൾട്ടേജ് കുറയാണ്, പക്ഷേ കറൻറ്റ് കൂടാണ്. അപ്പോൾ അവിടെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയും. കുറഞ്ഞ് ഒരു പോയിന്റിലെത്തി. ആ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ വാലി പോയിന്റ് എന്ന് പറയും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വോൾട്ടേജ് കൂടുതലുമില്ല കുറയലുമില്ല, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ കറൻറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആകും, കറൻറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് വാലി പോയിന്റ്. വാലി പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ പ്ലോട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇതാണ് UJT ഓപ്പറേഷൻ. അപ്പോൾ വാലി പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ UJT ഓൺ പൊസിഷനിലാണ്. ഓക്കെ, അതുവരെ അത് ഓഫ് പൊസിഷനാണ്. വാലി പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ UJT ഓൺ പൊസിഷനിലേക്ക് മാറും. ഓക്കെ, ഇതാണ് UJT ഓപ്പറേഷൻ. ഇനി UJT ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇൻ റെസിസ്റ്റ് ആൻഡ് ഓഫ് റേഷ്യോനെ ബേസ് ചെയ്തിട്ട് ഒത്തിരി പ്രോബ്ലംസ്, 3 പ്രോബ്ലംസ് ഇതിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അറിയേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇക്വേഷൻ അറിയാലോ, RB1 ഡിവൈഡഡ് ബൈ RB1 പ്ലസ് RB2. പീക്ക് പോയിൻറ്റ് വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ ηVBB പ്ലസ് VD. അപ്പോൾ അതിൻ്റെ സോൾവ് പ്രോബ്ലംസ് ആണ് ചെയ്ത് നോക്കാം. ഇനി UJT VI ക്യാരക്ടറിസ്റ്റിക്സ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ നമുക്കിത് പ്രാക്ടിക്കൽ ചെയ്യാനും ഉണ്ട്. അപ്പോൾ അത് പ്ലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. നോർമലി നമ്മൾ വോൾട്ടേജ് X ആക്സിസിലും കറൻറ്റ് Y ആക്സിസിലും എടുക്കാം. പക്ഷേ UJT പ്ലോട്ട് ചെയ്യുന്നത് കറൻറ്റ് X ആക്സിസിലും വോൾട്ടേജ് Y ആക്സിസിലുമാണ്. അപ്പോൾ ഇനീഷ്യലി എന്താ സംഭവിക്കുന്നത്? എമിറ്റർ കറൻറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ RB1 അക്രോസ് ഒരു വോൾട്ടേജ് വരുന്നു, റിവേഴ്സ് ബയാസ് വോൾട്ടേജ് പ്ലസ് ന്യൂ വോൾട്ടേജ്. അപ്പോൾ എമിറ്റർ വോൾട്ടേജ് നമ്മൾ എവിടം വരെ കൂട്ടിയാലേ കണ്ടക്ഷൻ നടക്കുള്ളൂ? പീക്ക് പോയിന്റ് വരെ കൂട്ടിയാലേ കണ്ടക്ഷൻ നടക്കുള്ളൂ. നോക്കാം, എമിറ്റർ വോൾട്ടേജ് ആദ്യം റിവേഴ്സ് ബയാസ്ഡാണ്, 0യുടെ മുകളിലാണ്. പിന്നെയും കൂടി പീക്ക് പോയിന്റിൽ എത്തുമ്പോൾ കറൻറ്റ് IP ആണ്. കറൻറ്റ് IP എന്ന് പറഞ്ഞാൽ 0യോട് ചേർന്ന് കിടക്കുന്ന വാല്യൂ ആണ്. നെഗ്ലിജിബിളി ഇറ്റ് 0. ഓക്കെ, IP എന്ന് പറയുന്നത് നെഗ്ലിജിബിളാണ്, 0യോട് അടുത്താണ് വാല്യൂ. അപ്പോൾ വോൾട്ടേജ് പീക്ക് പോയിന്റിൽ എത്തുന്നവരെ കറൻറ്റ് കാര്യമായിട്ടില്ല, IP വാല്യൂ. ഓക്കെ, ആ റീജിയനെ കട്ട് ഓഫ് റീജിയൻ എന്ന് വെച്ചാൽ ഓഫ് പൊസിഷനാണത്. പിന്നീട് വോൾട്ടേജ് കൂടുന്നു. വോൾട്ടേജ് കൂട്ടിയ മീൻസ് വോൾട്ടേജ് എമിറ്റർ വോൾട്ടേജ് നമ്മൾ കൂട്ടുമ്പോൾ കറൻറ്റ് വല്ലാതെ കൂടും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് കുറഞ്ഞു പോകും. അപ്പോൾ RB1 അക്രോസുള്ള വോൾട്ടേജ് കുറഞ്ഞു പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വോൾട്ടേജ് കുറയുന്നു. ഓക്കെ, വോൾട്ടേജ് കുറയുന്നു, പക്ഷെ കറൻറ്റ് കൂടുന്നു. ആ റീജിയനെ നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നു. ഓക്കെ, അതിനുശേഷം വാലി പോയിന്റിലെത്തുമ്പോൾ എന്താണ്? വോൾട്ടേജ് പിന്നീട് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ കറൻറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ആ പൊസിഷൻ നമ്മൾ ഓൺ പൊസിഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇനി നെഗറ്റീവ് സാച്ചുറേഷൻ റീജിയനിൽ, അതായത് കട്ട് ഓഫ് റീജിയൻ, ആദ്യം കട്ട് ഓഫ് റീജിയനിൽ UJT ഓഫ് പൊസിഷനാണ്. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ നമ്മൾ UJT ഓപ്പറേറ്റ് ചെയ്യുക എപ്പോഴാണ്? അതിനെ ഓസിലേറ്ററായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ മാത്രമാണ് ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ നമ്മൾ UJTനെ കീപ്പ് ചെയ്യുള്ളൂ.
വാലി പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഓൺ പൊസിഷനാണ്. സാച്ചുറേഷൻ റീജിയൻ അവിടെ ഓൺ പൊസിഷനിലാണ് യു ജി ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ യു ജി ടി എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്? യു ജി ടി അപ്ലൈ ചെയ്യുന്നത് ട്രിഗർ ഡിവൈസായിട്ട്. ഓക്കെ, ഓഫ് ഓൺ പൊസിഷൻ ഉള്ളതുകൊണ്ട് ട്രിഗർ ഡിവൈസായിട്ട് യൂസ് ചെയ്യുന്നു, ട്രിഗറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓസിലേറ്റേഴ്സാണ്. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിലാണെങ്കിൽ ഓസിലേറ്റേഴ്സായിട്ട് യൂസ് ചെയ്യാം, സോ ടൂത്ത് ജനറേറ്ററായിട്ട് യൂസ് ചെയ്യാം. പിന്നെ വേറെ ഒന്ന് പറയുന്നത് ടൈമിംഗ് സർക്യൂട്ട്സിലാണ്. ഓക്കെ, ടൈമിംഗ് സർക്യൂട്ട്സിലാണ് പിന്നെ നമ്മൾ യു ജി ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ അതോടെ ഫസ്റ്റ് ഇയറിൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ പോർഷൻ വൈൻഡപ്പ് ചെയ്യാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം സെക്കൻഡ് സെമസ്റ്റർ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്, സെയിം ടെക്സ്റ്റാണ്. അപ്പോൾ ഇതുവരെയുള്ള നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.